ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമ്പോൾ അവിടെ അതേ സമയത്ത് കല്യാണം നിശ്ചയിച്ചിരുന്ന ബാക്കി 11 പേരുടെ കല്യാണത്തിലെ സമയം മാറ്റിവെക്കും എന്ന കാര്യം നേരത്തെ തന്നെ പറഞ്ഞതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആ വീട്ടുകാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടിനെ പറ്റി ഇവിടെ ഒരു മാധ്യമങ്ങളും ചർച്ചയാക്കുകയോ അവരുടെ വീടുകളിൽ പോയി അന്വേഷിക്കുകയോ ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, ആ ഒരു വിഷയം എങ്ങനെ മറച്ചുവെക്കാം എന്നാണ് ഇവരെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ മുൻനിര മാധ്യമങ്ങൾ എപ്പോഴും മറക്കുന്ന കാര്യങ്ങൾ ദേശാഭിമാനി ചെയ്യാറുണ്ട്. ദേശാഭിമാനി അത്തരത്തിൽ അങ്ങനെ കല്യാണം മാറ്റിവെച്ച ഒരു വീട്ടിൽ പോയി അവരോട് കാര്യങ്ങൾ തിരക്കി. അപ്പോൾ അവർ പറയുന്നത് വലിയ വിഷമത്തിലാണ് ഞങ്ങൾ, കാരണം ക്ഷണിക്കപ്പെട്ട അതിഥികളെ അടക്കം വിളിച്ചിട്ട് നിങ്ങൾ ഇനി ഗുരുവായൂരിലേക്ക് വരണ്ട എന്ന് പറയുന്നത് വളരെ വിഷമമുള്ള ഒരു കാര്യമാണ്. അത്തരത്തിൽ അപമാനിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ പോകുന്നു എന്നാണ് മറ്റൊരു കുടുംബം, അന്ന് വിവാഹം നിശ്ചയിച്ച ഒരു കുടുംബം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് വെറുതെ പറയുന്നതല്ല, നമുക്ക് ആ കുടുംബത്തിന്റെ പേരടക്കം ഇന്നത്തെ പത്രത്തിൽ വന്നിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സുരക്ഷയുടെ പേരിൽ മുഹൂർത്തം മാറിയതിലുള്ള ആശങ്കയിലാണ് വടക്കാഞ്ചേരി കുമരനെല്ലൂർ പൂരപ്പറമ്പിൽ വീട്ടിൽ പ്രഭാകരൻ കമലാവതി ദമ്പതികൾ. ഇവരുടെ മകൾ പ്രമീതയും ഇരിങ്ങാലക്കുട മാടോയിക്കോണം പരേതനായ ജയകുമാറിന്റെയും ഗിരിജയുടെയും മകൻ ഹിലേഷും തമ്മിലുള്ള വിവാഹമാണ് ഗുരുവായൂരിൽ നിശ്ചയിച്ചത്. ബുധൻ രാവിലെ 8-നും 9:30-ക്കും ഇടയിലാണ് താലികെട്ടിന് ലഭിച്ച സമയം. വടക്കാഞ്ചേരിയിൽ നിന്ന് രാവിലെ പോയി താലി കെട്ടി വരാമെന്നതിനാൽ എല്ലാം ഭംഗിയാകുമെന്ന പ്രതീക്ഷയ്ക്കിടെ പ്രധാനമന്ത്രിയുടെ വരവ് എല്ലാം താളം തെറ്റിച്ചു എന്നാണ് ഈ കുടുംബം തന്നെ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ കുടുംബം ദേവസ്വത്തിന്റെ ചെയർമാനായിരിക്കുന്ന ഡോക്ടർ വി.കെ. വിജയനുമായി ബന്ധപ്പെട്ടു. ഇതോടെ ബുധൻ രാവിലെ 6-ന് മുമ്പ് വിവാഹം നടത്താമെന്ന് ഉറപ്പ് നൽകിയെന്നാണ് ഈ കുടുംബം പറയുന്നത്. അതായത് രാവിലെ 8-നും 9:30-ക്കുമായിരുന്നു ഈ ഒരു കുടുംബത്തിന്റെ വിവാഹം നിശ്ചയിച്ചിരുന്നത്. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് അവർ പൂർത്തിയാക്കിയത്. പക്ഷേ ഏറ്റവും ഒടുവിൽ ഗുരുവായൂർ ദേവസ്വം പറയുന്നത് ആ സമയത്ത് നടത്താൻ കഴിയില്ല, പകരം നിങ്ങൾ രാവിലെ 6-ന് മുമ്പ് വിവാഹം നടത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രേക്ഷകരൊന്ന് ചിന്തിച്ചു നോക്കൂ, രാവിലെ 6 മണിക്ക് മുമ്പ് വിവാഹം നടത്തണമെങ്കിൽ ഈ വധൂവരന്മാർ എത്ര മണിക്ക് ഒരുങ്ങി ഗുരുവായൂർ അമ്പലത്തിൽ എത്തണമെന്നുള്ള കാര്യം. പാതിരാത്രി 12 മണിക്ക് ഈ ഗുരുവായൂർ അമ്പലത്തിൽ എത്തണം വധൂവരന്മാർ എന്ന നിർദ്ദേശമാണ് അവർക്ക് നൽകിയിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 2 പേർ വളരെ സന്തോഷത്തോടെ അവരുടെ ജീവിതത്തിലേക്ക്, അവരുടെ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന ആ ദിവസം രാത്രി 12 മണിക്ക് ഇവരെ അവിടെ ഒരുങ്ങി അവിടെ പോയി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത് വളരെയധികം മോശമായ ഒരു അവസ്ഥയാണെന്ന് പറയേണ്ടി വരും. ആ ഒരു വിവാഹം അത് ഈ പറയുന്ന 8 മണിക്കും 9:30-ക്കും നടത്തിയിരുന്നെങ്കിൽ ഈ വധുവരന്മാർക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ടാകില്ലായിരുന്നു, അവരുടെ ബന്ധുക്കൾക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ടാകില്ലായിരുന്നു. രാത്രി 12 മണിക്ക് അവർ ഗുരുവായൂർ അമ്പലത്തിൽ പോയി നിൽക്കേണ്ട ഒരവസ്ഥ ഉണ്ടാകില്ലായിരുന്നു. പക്ഷേ പ്രധാനമന്ത്രി വരുന്നതിന്റെ പേരിൽ ഇത്തരത്തിലൊക്കെ ചെയ്താൽ അത് നിങ്ങൾ സഹിക്കണം എന്ന നിലപാടാണ് സംഘപരിവാറിനുള്ളത്, മറ്റ് BJP നേതാക്കൾക്കുമുള്ളത്. അതുകൊണ്ട് 12 മണിക്ക് രാത്രി വന്ന് അവിടെ നിന്ന് രാവിലെ 6 മണിക്ക് മുമ്പ് കല്യാണം നടത്തി മടങ്ങി പോകണം എന്നാണ് മോദിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇവർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതുമാത്രമല്ല 5-നും 6-നും ഇടയിൽ താലി കെട്ടി മടങ്ങിയിരിക്കണം, അതിനുശേഷം നടക്കില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതും സത്യത്തിൽ വളരെയധികം മോശമായൊരു സാഹചര്യമാണെന്ന് പറയേണ്ടി വരും. കാരണം പ്രധാനമന്ത്രി വരുന്നതിനുമായി ബന്ധപ്പെട്ട്, ഇല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം നടക്കുന്നത് രാവിലെ 8 മണിക്കും 9:30-ക്കും ഇടയിലാണ്. പക്ഷേ മറ്റുള്ള കല്യാണങ്ങൾ, അതേസമയം നടക്കേണ്ട മറ്റു കല്യാണങ്ങൾ രാവിലെ 6 മണിക്ക് മുമ്പ് നടത്തി തിരിച്ചു പോകണം എന്ന നിർദ്ദേശമാണ് ദേവസ്വം നൽകിയിരിക്കുന്നത്. അതൊക്കെ പോട്ടെ, 2 പേരുടെ കല്യാണം നടക്കുമ്പോൾ ആ മണ്ഡപത്തിൽ ആ കുടുംബാംഗങ്ങളൊക്കെ ഉണ്ടാകാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവും. അച്ഛനും അമ്മയും സഹോദരനും സഹോദരിയും, ഇല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളും മുതിർന്നവരും ഒക്കെ തന്നെ ആ വിവാഹ വേദിയുടെ സമീപത്ത് നിൽക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുണ്ടാവും. പക്ഷേ അന്നേ ദിവസം അവിടെ കല്യാണത്തിന് എത്തുന്നവരോട് നിങ്ങളുടെ ബന്ധുക്കളായി 4 പേരെ മാത്രമേ നിർത്താൻ കഴിയുള്ളൂ എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. 4 പേരെന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിലെ അച്ഛനും അമ്മയും മാത്രമേ ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയുള്ളൂ. ബന്ധുക്കളുണ്ടാകും, മുതിർന്നവരുണ്ടാകും, തങ്ങളുടെ മകളുടെ ഇല്ലെങ്കിൽ മകന്റെ ഇല്ലെങ്കിൽ കൊച്ചുമകന്റെ ഒരു കല്യാണം നേരിട്ട് കാണണമെന്ന് ആഗ്രഹിച്ച വയസ്സായ ആളുകളുണ്ടാകും. അപ്പോൾ അവർക്കൊന്നും അനുമതി ഇല്ല. പകരം അച്ഛനോ അമ്മയോ, വരന്റെ ഭാഗത്ത് നിന്ന് 2 പേർ, വധുവിന്റെ ഭാഗത്ത് നിന്ന് 2 പേർ, അത്രമേ പാടുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ 4 പേർ മാത്രം ഈ ചടങ്ങിൽ പങ്കെടുത്താൽ മതി എന്നുള്ള നിർദ്ദേശവും കൂടി വെക്കുകയാണ്. ആർക്ക് വേണ്ടി എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തം. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ടിയിട്ടും സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ടും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കണം എന്ന് തന്നെയാണ് നിലപാടായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തിപ്പെടാനുള്ള വാഹന പാസിനെ കുറിച്ചും ഇതുവരെ വ്യക്തമായിട്ട് നടപടികൾ പറഞ്ഞിട്ടില്ല. അന്നേ ദിവസം വാഹനം അവിടെ കയറണമെങ്കിൽ ചില പാസുകൾ നിർബന്ധമാണ്. ആ പാസുകൾ എങ്ങനെ എടുക്കണം, എവിടെ എടുക്കണം, എത്ര വണ്ടികൾ അവിടെ വരാൻ പറ്റും എന്നതിനെ പറ്റി ഇപ്പോഴും ഈ വിവാഹവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവാഹ ഒരുക്കത്തിനിടെ ഈ പാസുകൾ സംഘടിപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് കുടുംബത്തിലെ മറ്റാളുകൾ എന്നുകൂടി പറയേണ്ടി വരും. ഒരു വിവാഹമാകുമ്പോൾ പലതരത്തിലുള്ള തിരക്കുകൾ ഉണ്ടാകും. ഭക്ഷണം, ആളുകളുടെ താമസം, യാത്രാ സൗകര്യം അടക്കമുള്ള തിരക്കിനിടെ ഇനി ഇത്തരത്തിൽ ഗുരുവായൂർ അമ്പലത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള പാസ് കൂടി ഇവർ
തയ്യാറെടുക്കണം, അത് കണ്ടെത്തണം എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. അത് ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം വെല്ലുവിളിയായി മാറും എന്ന കാര്യം സംശയമില്ല. ഒരു കുടുംബത്തിലെ കല്യാണത്തിന്റെ തിരക്കൊക്കെ നമുക്കറിയാവുന്ന തന്നെയാണ്. അത് മാത്രമല്ല, അന്നേ ദിവസം ഈ കല്യാണത്തിന് വന്ന് പങ്കെടുത്തുകൊണ്ട് വധുവരന്മാരെ ആശീർവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ബന്ധുമിത്രാദികളൊക്കെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അവരോട് ഇനി എന്ത് പറയും എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. കാരണം അവരോട് പറയാൻ കഴിയുമോ, പ്രധാനമന്ത്രി വരുന്നതുകൊണ്ട് നിങ്ങൾ വരരുത് എന്ന് പറയാൻ കഴിയുമോ? അങ്ങനെ പറയുമ്പോൾ തന്നെ ആ പറയുന്ന ആളുടെ മാനസികാവസ്ഥ ചിന്തിച്ചു നോക്കൂ. നമ്മളൊരു ബന്ധുവിനെ ക്ഷണിച്ച ശേഷം കല്യാണത്തിന് വരണമെന്ന് പറഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ പറയാണ് നിങ്ങൾ വരണ്ട എന്ന് പറയാനുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ടാവില്ലേ? അത്തരത്തിൽ പല പ്രതിസന്ധികളാണ് ഈ മോദിയുടെ വരവ് കൊണ്ട് ഗുരുവായൂരിൽ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇവിടെ BJP സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് യാതൊരുവിധ കുഴപ്പവും അവിടെ ഇല്ല, എല്ലാം വളരെ സുരക്ഷിതമായാണ് നടക്കുന്നത് എന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, കുടുംബങ്ങൾക്ക് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ട്. അവർ ക്ഷണിക്കപ്പെട്ട ആളുകളോട് വരണ്ട എന്ന് പറയണം, വാഹന പാസിന് വേണ്ടി ഓടണം, അതിരാവിലെ 12 മണിക്ക് പുലർച്ചെ 12 മണിക്ക് ഒരുങ്ങിക്കെട്ടി ഗുരുവായൂർ അമ്പലത്തിൽ പോയി നിൽക്കണം. അതിന് മാത്രമല്ല, രാവിലെ 6 മണിക്ക് മുമ്പ് കല്യാണം നടത്തി അവിടെ തിരിച്ചു പോകണം. അത്തരത്തിൽ ഒരു ഞെരുക്കത്തിലാണ് ഈ കല്യാണം നടത്തേണ്ട കുടുംബങ്ങൾ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഇതൊക്കെ പ്രധാനമന്ത്രിക്കും സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് എന്ന് പറയുമ്പോൾ എത്രത്തോളം ഭക്തരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നതിന്റെ ഉത്തരം കൂടിയാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ എന്ന് എടുത്തു പറയണം. എന്തായാലും സുരേഷ് ഗോപിയുടെ മകൾ വന്ന് ഭംഗിയായി അവിടെ വിവാഹം കഴിച്ചു പോകുമ്പോൾ മറ്റ് 11 പേർ അവർ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഏറ്റവും കൂടുതൽ യാതനകൾ അനുഭവിച്ചു വേണം ഈ ഒരു കല്യാണത്തിന്റെ ചടങ്ങ് കഴിഞ്ഞ് ഗുരുവായൂരിൽ നിന്ന് മടങ്ങാൻ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അങ്ങനെ രാജാവ് വരുമ്പോൾ പ്രജകൾ മാറി നിന്ന് ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറാകണം. അപ്പോൾ അവിടെ ഹിന്ദു ധർമ്മമോ ഇല്ലെങ്കിൽ ഹിന്ദുക്കളുമായി ബന്ധപ്പെട്ട വിശ്വാസമോ ഒന്നും പ്രശ്നമല്ല എന്ന വലിയ നിലപാടാണ് ഇവിടെ ഹിന്ദു ഐക്യവേദിക്കും ഉള്ളത്, BJPക്കും ഉള്ളത്. പ്രത്യേകിച്ച് ഏറ്റവും സ്ത്രീകൾക്ക് വേണ്ടി ഞാൻ വലിയ രീതിയിൽ സംസാരിക്കുന്നു എന്ന് പറയുന്ന സുരേഷ് ഗോപിക്ക് പോലും ഉള്ളത് എന്ന് കരുതേണ്ടി വരും. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ അന്നേ ദിവസം എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ആ ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടാണ് അന്ന് വിവാഹം നടത്തേണ്ടിരുന്ന 11 കുടുംബങ്ങളും മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് വളരെ പ്രസക്തമായ ഒന്ന് തന്നെയാണ്. അത് എത്ര മായ്ക്കാൻ ശ്രമിച്ചാലും ഏത് രീതിയിൽ അതിനെ വെളുപ്പിക്കാൻ ശ്രമിച്ചാലും ഇതാണ് സത്യം, ഈ സത്യമാണ് അംഗീകരിക്കേണ്ടത്. പക്ഷേ ഈ സത്യം അംഗീകരിക്കാനോ അതുമായി ബന്ധപ്പെട്ട കുടുംബങ്ങളോടൊരു ചോദ്യം ചോദിക്കാനോ ഇവിടുത്തെ മാധ്യമങ്ങൾ തയ്യാറാകാത്തത് സത്യത്തിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി പണിയെടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നതിന്റെ സൂചനയാണ് എന്ന് പറയേണ്ടി വരും.